രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. മക്കളെ, ഈ കവിത നിങ്ങൾ കേട്ട് പരിചയമുണ്ടോ? ഇതിൻ്റെ ഒരു ലൈവ് ക്ലാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കവിതയുടെ പേര് ഫാത്തിമത്തുരുത്ത് എന്നാണ്. യൂണിറ്റ് 2 അടിസ്ഥാന പാഠാവലിയിലെ 2ാം യൂണിറ്റിൽ സ്നേഹസുന്ദര പാതയിലൂടെ എന്ന് പറയുന്ന യൂണിറ്റിലെ മനോഹരമായൊരു പാഠഭാഗമാണിത്. മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമത്തുരുത്ത്. അദ്ദേഹം നമ്മളോട് പറയുന്നത് ഫാത്തിമത്തുരുത്തിലേക്ക് പോകാൻ, അല്ലേ, അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നാണ്. ആദ്യം ഫാത്തിമത്തുരുത്തിൻ്റെ കുറേ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത്. നിലാവിൽ രാത്രി വഞ്ചിയിലിരുന്നു കൊണ്ട് നിലാവ് കാണാമെന്നും, അതുപോലെ ആ ഒരു തുരുത്തിലെ പൂക്കളോട് പൂക്കളെപ്പറ്റി ചോദിക്കാമെന്നും, പിന്നെ പറയുന്നത് രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടാം, അതുപോലെ പായൽമാലയിട്ട് പോകുന്ന കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ച് ഇണക്കി ചേർക്കണം, ഇണക്കിയെടുക്കണം എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയാണ്, നമുക്ക് ഫാത്തിമത്തുരുത്തിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ വരൾച്ചയുണ്ട്, മഞ്ഞുകാലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഭീകരമായ സെപ്റ്റംബർ മുകിലുകൾ പേടിപ്പെടുത്തുന്ന മഴയും ഇടിയും മിന്നലുമായിട്ട് അവിടെയുണ്ട്. അതേപോലെ ഒരു കാര്യമാണ് രോഗബാധിതർ കിടന്നലറുന്ന കൂരകളുണ്ട് അവിടെ. രോഗം ബാധിച്ചവർക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനെക്കാട്ടും അവർക്ക് അസുഖം ഭേദമാകാൻ കാരണമാകുക നല്ല വാക്കുകളായിരിക്കും, അല്ലേ, നമ്മുടെ സാമീപ്യമായിരിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, ജീവിതൌഷധം നിറച്ച സ്നേഹമായിട്ട് എനിക്ക് അവിടെ പോകണം എന്ന് കവി പറയുന്നുണ്ട്. കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ. എങ്ങനെയുള്ള കൂരകൾക്ക്? രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്ക് ആയിട്ട്, അല്ലെങ്കിൽ വെളിച്ചമായിട്ട് അവിടേക്ക് പോകണം. അതുപോലെ അവിടെയുള്ള അസുഖബാധിതരായി കിടക്കുന്നവർക്ക് ജീവിതൌഷധമാവണം, സ്നേഹം കൊണ്ട് മരുന്നാവണം, സ്നേഹം കൊണ്ട് ഉള്ള വാക്കുകൾ കൊണ്ട് അവർക്ക് ആശ്വാസമാകണം എന്നൊക്കെ കവി നമ്മളോട് പറയാണ്. മക്കളെ, ഈ കവിതയിൽ ഇതൊരു പ്രയോഗമാണ്, അല്ലേ? മനോഹരമായ ഒരുപാട് പ്രയോഗങ്ങൾ ഈ ഒരു കവിതയിലുണ്ട്. പൂക്കളോട് പൂക്കളെ തിരക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? എന്നാൽ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്നത് ഒരു തുരുത്താണ്, അഷ്ടമുടി കായലിലുള്ള ഒരു തുരുത്താണ്. അവിടെ അനേകം സസ്യങ്ങളുണ്ട്. അതിലെല്ലാം എന്തുണ്ടാവും? ചെടികളിലൊക്കെ പൂക്കളുണ്ടാവും. അപ്പോൾ ഒരുപാട് സസ്യങ്ങളുണ്ട്. മനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് അത് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. ഒരുപാട് സസ്യങ്ങളുള്ള, ഒരുപാട് പൂക്കളുള്ള, ചെടികളുള്ള ഒരിടമാണ് ഫാത്തിമത്തുരുത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജീവിതൌഷധം നിറച്ച സ്നേഹം ഒരു പ്രയോഗമാണ്, അല്ലേ? ജീവിതൌഷധം എന്ന് പറഞ്ഞാൽ എന്ത് ഔഷധമാണ് അവിടെ കൊടുക്കുന്നത്? സ്നേഹമാകുന്ന ഔഷധം. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കവർക്ക് ഒരു താങ്ങും തണലുമാകണം, എൻ്റെ വാക്കുകൾ അവർക്കൊരു ആശ്വാസമാകണം എന്ന് കവി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഈ കവിതയിൽ ഇനിയും ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ക്ലാസ്സുകളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം USS ഒക്കെ വരികയാണ്. എല്ലാവരും നമ്മുടെ ബാച്ചിൽ ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളിലുള്ള ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും നമ്മൾ ഫോളോ ചെയ്ത് കൂടെ അങ്ങോട്ട് കൂടാം.